ഉണ്ടോ? ഉണ്ട് സർ. വായിക്കാം. ഓക്കെ, ഞാൻ വായിക്കാം. A company in a series of operation. ആ series of operation എന്നുള്ള അണ്ടർലൈൻ ചെയ്തു. അത് മൂന്ന് സീരീസ് ആയിട്ടാണ് അത് കിടക്കുന്നത്. 1, 2, 3 ഉണ്ട് അതില്. അപ്പൊ ഓരോ സീരീസിന്റെ എൻട്രീസ് സെപ്പറേറ്റ് എഴുതണം. Issues at par 20,000 preference shares of 10 each. Redeemable at premium of 50 paise per share. അപ്പൊ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതാം. അപ്പോൾ 1 എഴുതിയിട്ട് ഫസ്റ്റ് എൻട്രി ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ശരിക്കും. Sir. 20,000 into 10, 2 lakhs. ഇനി സെക്കൻഡ് സീരീസിൽ redeems 10,000 of the preference shares out of surplus of the company. 20,000 ആണ് ഇഷ്യൂ ചെയ്തത്. അതിന്റെ ഹാഫ് 10,000 എണ്ണം റിഡീം ചെയ്തു സർപ്ലസ് യൂസ് ചെയ്തിട്ട്. അപ്പോ അതായത് ഹാഫാണ് ഇപ്പൊ റിഡീം ചെയ്യുന്നത്. ഇതുപോലെ നോട്ട്സ് ആയിട്ട് എഴുതുക. ടു റിഡീം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh. 10,000 എണ്ണം എന്ന് പറയുമ്പോൾ 10,000 into 10, 1 lakh. റിഡംഷൻ പ്രീമിയത്തിലാണ്. പ്രീമിയം ഓൺ റിഡംഷൻ 50 പൈസ വെച്ച് ഒരു ഷെയറിന്. അപ്പോ 20,000 into 50 പൈസ വെച്ച് ഒരു ഷെയർ എന്ന് പറയുമ്പോൾ 20,000 into 0.5. അങ്ങനെയാണ്. അല്ല 20,000 അല്ല 10,000. Redeem 10,000. 10,000 into 0.5, 5,000. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രീമിയം റിഡംഷൻ ഉണ്ട്. ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർപ്ലസ് നിന്നാണ്. സർപ്ലസ് നിന്ന് ഫണ്ട് എടുക്കുമ്പോൾ സർപ്ലസ് അക്കൗണ്ട് അറ്റ് 1,05,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ 5,000. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ടു CRR 1 lakh. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാൻ ഇവിടെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ സർപ്ലസ് ടു പ്രീമിയം റിഡംഷൻ, അടുത്ത എൻട്രി സർപ്ലസ് ടു CRR. ഇനി റിഡംഷൻ ഡ്യൂ ആവുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രീമിയം റിഡംഷൻ 5,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സെക്കൻഡ് എൻട്രി
Narration. Redemption due. Third entry, preference shareholders to bank. Yes, sir. 1,05,000. Narration, redemption made. Yes, sir. Okay. ഇപ്പൊ 20,000 പ്രിഫറൻസ് ഷെയർസിൽ 10,000 നമ്മൾ റിഡീം ചെയ്തു. ഇനി ബാക്കി എത്ര എണ്ണം റിഡീം ചെയ്യാനുണ്ട്? Party issued at third. 20,000 ആണ് ഇഷ്യൂ ചെയ്തത്. അതിൽ 10,000 റിഡീം ചെയ്തു. ബാക്കി ഇനി 10,000 കൂടി ഇല്ല. 10,000. അത് റിഡീം ചെയ്യാൻ വേണ്ടി ഇഷ്യൂസ് അറ്റ് പാർ ഫോർ ക്യാഷ് 20,000 ഇക്വിറ്റി ഷെയർ. ഇപ്പൊ പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ആ ബാക്കിയുള്ള 10,000 പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത്. അപ്പോ അഗെയിൻ ഇതുപോലെ നോട്ട് എഴുതുക. ടു റിഡീം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, പ്രീമിയം റിഡംഷൻ 5,000. ഇങ്ങനെ എഴുതാം. Yes, sir. ഇപ്പോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 2 lakhs. ഇപ്പോൾ ഫസ്റ്റ് എൻട്രി ഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakhs. Yes, sir. ഓക്കെ. ഇനി അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യാൻ വേണ്ടി ഇത് ഈ 2 lakhs ഇന്ന് 1 lakh എടുത്താൽ മതി. പക്ഷെ പ്രീമിയം റിഡംഷൻ ഒരു 5,000 ഇല്ല. ഇതിനു വേണ്ടി ഇഷ്യൂ ചെയ്ത ക്യാഷ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഷ്യൂ ചെയ്ത ക്യാഷ് വെച്ച് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത ക്യാഷ് യൂസ് ചെയ്തിട്ട് പ്രീമിയം റിഡംഷൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യാവുന്നത് നമുക്ക് സർപ്ലസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ സർപ്ലസിന്റെ കാര്യമൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന അവിടെ സർപ്ലസ് ഉണ്ടെന്നാണ്. അപ്പൊ സർപ്ലസിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി. അടുത്ത എൻട്രി റിഡംഷൻ ഡ്യൂ ആവുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 5,000 to preference shareholders account 1,05,000.
Narration redemption due. Next entry, preference shareholders account at to bank account. Page is 1,05,000. Narration redemption made.